ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എ ലൈൻ ചുരിദാറിൻ്റെ കട്ടിംഗ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാൻവാസിൽ കട്ട് ചെയ്ത നെക്ക് ക്ലോത്തിൽ അയൺ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാൻവാസ് ഒട്ടിക്കാനായിട്ട് 2 പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ ചീത്ത വശത്ത്, ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ക്യാൻവാസിൻ്റെ മിനുസമുള്ള ഭാഗമാണ് അയൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ കട്ടിങ് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇത് നമ്മൾ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ്. അപ്പോൾ അതിൽ നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി, ആരി എംബ്രോയ്ഡറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിൻ്റെ നെക്കാണ് ഇത് നമ്മൾ ക്യാൻവാസിലല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്രണ്ട് നെക്കാണ് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് നെക്ക് നമ്മൾ ജസ്റ്റ് ക്ലോത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിവശം ഇതേപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നെക്ക് ഇതുപോലെ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്താം. അപ്പോൾ ചുരിദാറിൻ്റെ സെൻറ്റർ പോയിൻ്റ് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ലെവലിൽ സെൻറ്ററും വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ബോൾ പിന്ന് ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിൻ ചെയ്തില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് തെന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ. ഇനി പിന്നില്ലാത്തവരാണെങ്കിൽ സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ ക്യാൻവാസിൻ്റെ അരികത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസിൻ്റെ മീതേക്ക് കയറരുത് കേട്ടോ. ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റ് അരികത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ക്യാൻവാസിൻ്റെ മീതേക്ക് കയറരുത്, അതുപോലെ തന്നെ ഒരുപാട് ഉള്ളിലേക്ക് നീങ്ങിയിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. കറക്റ്റ് അരികിലൂടെ തന്നെ, ക്യാൻവാസിൻ്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന രീതിയൊക്കെ കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മൾ ക്യാൻവാസ് ആയതുകൊണ്ട് 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ റിമൂവ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ മടക്കി നമുക്കിതിൻ്റെ മീതേ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷെ ഞാനിവിടെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത് നെക്കിൻ്റെ മീതേക്കല്ല, നമ്മുടെ ഈ ഒരു ക്യാൻവാസ് ഒട്ടിച്ച പീസ് ഉണ്ടല്ലോ, നെക്കിൻ്റെ ഈ ഫേസിങ് പീസ്, ഈ പീസിലേക്കാണ്. അപ്പോൾ ഈ തയ്യൽ തുമ്പ് ക്യാൻവാസിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ട് വരാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ മീതേ കൂടെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പീസിൻ്റെ നമ്മൾ നെക്ക് അടിച്ച് മറിക്കാൻ എടുത്തിട്ടുള്ള ക്യാൻവാസ് ഒട്ടിച്ച പീസിൻ്റെ മീതേക്കാണ് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുന്നത്. ക്ലോത്തിൻ്റെ നല്ല ഭാഗത്തേക്ക് ഈ ഒരു പ്രസ്സിങ് സ്റ്റിച്ച് വരരുത് കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിലുള്ള തയ്യൽ തുമ്പെല്ലാം കറക്റ്റായി വയ്ക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഈ ഒരു തയ്യൽ തുമ്പ് ഈ ഒരു ഭാഗത്തേക്ക് വരണേ, ക്യാൻവാസിൻ്റെ മീതേക്കായിട്ടാണ് വരേണ്ടത്. ഇനി നമുക്കിതിനെ ഇതുപോലെ മറിച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മീതെ പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം. അപ്പോൾ ലൈനിങ് വെച്ചാണ് നമ്മൾ ചുരിദാർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതേക്കായിരിക്കും ഈ പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പക്ഷേ നമുക്ക് ഇത് ലൈനിങ് ഇല്ലാത്തത് കാരണം ഹെമ്മിങ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ബാക്ക് ഇതുപോലെ കറക്റ്റായത് വെക്കുക. അതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫേസിങ് പീസ് ഉണ്ടല്ലോ, ഈ പീസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ നെക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കറക്റ്റ് അളവ് മാർക്ക് ചെയ്തതിന് ശേഷം 4 ഇഞ്ച് ഉള്ളിലേക്ക് ഇട്ടിട്ടാണ് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നോക്കുക, കറക്റ്റ് 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് വരുന്നത്. സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച്.
അപ്പോൾ അവിടെയാണ് നമ്മൾ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ നെക്കിൻ്റെ പീസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് 4 ഇഞ്ച് 2.25 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 3 ഇഞ്ചിൻ്റെ ഭാഗം, അതായത് 4 ഇഞ്ച് നമ്മൾ നോട്ട്സ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റായിട്ട് നോട്ട്സിൻ്റെ ഒപ്പം വെച്ച് കൊടുക്കുക. നോട്ട്സിൻ്റെ ഒപ്പം വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും ഒരേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ചതിന് ശേഷം നമുക്ക് 4 ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നെക്ക് എന്ത് ചെയ്യണം, ബോൾ പിന്ന് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 സൈഡിലും താഴേക്കുമായിട്ട് അങ്ങനെ 3 സൈഡിലായിട്ട് നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. 3 സൈഡായത് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് 4 ഇഞ്ച് കറക്റ്റ് അറിയുന്നില്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ എന്ത് ചെയ്യുക, ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. ടാപ്പ് എടുത്തിട്ട് നമുക്ക് കറക്റ്റ് അളവുകൾ മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് ചെയ്തതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 4 ഇഞ്ചാണ് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, ഉള്ളിലേക്കിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണ് 4 ഇഞ്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഉള്ളിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതല്ല ചില ക്ലോത്തുകളൊക്കെ പിന്നി പോകുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് തന്നെ, അതായത് 3 ഇഞ്ചാണ് നമ്മൾ നെക്ക് വിട്ടെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് റയോൺ ക്ലോത്താണ്, വലിയ കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ 2.25 ഇഞ്ചിൽ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ഇഞ്ചിൻ്റെ ഇത് വരുള്ളൂ. പിന്നെ നമുക്ക് ഇതുപോലെ നെക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ കട്ടിട്ട് കൊടുക്കാം. കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പ്രസ്സിങ് സ്റ്റിച്ചും കൊടുക്കുക കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത അതേ സെയിം മെത്തേഡിലൊക്കെ തന്നെയാണ് ബാക്കും ചെയ്തെടുക്കുന്നത്. ബാക്കിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ നെക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് വരും കേട്ടോ. ഇനി നമുക്കിത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ ഒരു നെക്ക് രണ്ടും ഒപ്പം വെച്ച് കൊടുക്കുക. ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫേസിങ് പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ എടുത്തിട്ട്, ഇപ്പോൾ ഞാൻ ഫ്രണ്ടിലുള്ള ഈ പാർട്ടാണ് എടുത്തിട്ടുള്ളത്, ഈ പീസിനെ ബാക്കിലേക്ക് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തു. അതല്ലെങ്കിൽ നമുക്ക് ബാക്കിലുള്ള ഫേസിങ് പീസിനെ ഫ്രണ്ട് പീസിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കണം. അല്ലെങ്കിൽ കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1/2 ഇഞ്ചാണല്ലോ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക, 2 സ്റ്റിച്ച് കൊടുക്കണേ. അപ്പോൾ നോക്ക്, ഇതുപോലെ എടുത്താൽ നമുക്ക് ബാക്കും ഫ്രണ്ടും കണ്ടില്ലേ ഒരേപോലെ വരും. അതല്ലെങ്കിൽ വലുപ്പ വ്യത്യാസം വരും കേട്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ടില്ലെങ്കിൽ. ഇവിടെ ഞാൻ വേറൊരു രീതിയിൽ കാണിച്ചു തരാം. വേറൊരു രീതി മീൻസ് കവർ ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ലൈനിങ് ഇല്ലാത്തതല്ലേ എന്ന് വിചാരിച്ച് പലരും ഇങ്ങനെ സ്റ്റിച്ച് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു അതായത് ഫിനിഷിങ് കുറവ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, അതായത് ഷോൾഡറൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം വേണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കുമ്പോൾ നല്ല പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പം കണ്ടോ, നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പൊക്കെ പുറത്തേക്ക് നിൽക്കും, കണ്ടില്ലേ, ഭയങ്കര ബോറായിരിക്കും നമുക്ക് നെക്കിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷേ ഈ ഒരു ഭാഗം നോക്കിയാൽ കവർ ചെയ്ത് നിൽക്കുന്ന കാരണം നല്ല ഫിനിഷിങ് ഉണ്ട് അല്ലേ. അപ്പോൾ ഞാനിത് അഴിച്ചിട്ട് ശരിയാക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കരുത്, കവർ ചെയ്തിട്ട് വേണം എപ്പോഴും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലീവ് പീസുകളായി 4 പീസായിട്ടായിരുന്നു അല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒറ്റ പീസാക്കണം. അതായത് ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഒന്നാക്കുക. അപ്പോൾ 1/2 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 1/2 ഇഞ്ചാണല്ലോ നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. മറ്റേ പീസും അതായത് അടുത്ത സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യണം അല്ലേ. നമ്മൾ ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ നമ്മൾ ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും നമ്മൾ സ്ലീവിലും ഇതുപോലെ ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണം.
അപ്പോൾ നല്ല വശം സ്ലീവിൻ്റെ നല്ല വശം ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ കറക്റ്റ് അളവുണ്ടല്ലോ അവിടെ നിന്നും ഒരു 1/2 ഇഞ്ചോളം ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചുരിദാർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് ആം ഹോളോടെ കുഴിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരിദാറിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് സ്ലീവിൻ്റെ അടിവശം ഒന്ന് ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി തയ്ക്കുക. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ചും കൂടെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ സ്ലീവിന് 1.5 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് താഴേക്ക് 1 ഇഞ്ചും 1/2 ഇഞ്ച് ഷോൾഡറിൽ നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും. ഇനി ഇത് ഈ അറ്റത്തും, അതായത് ഈ സ്ലീവിൻ്റെ തറ്റത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. ബ്യൂട്ടി സ്റ്റിച്ച് എന്നാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിനെ പറയുന്നത്. ബ്യൂട്ടി സ്റ്റിച്ച് ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്ലീവും ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ ചുരിദാറിൻ്റെ ക്ലാസ് മാത്രമല്ല ആരി എംബ്രോയിഡറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസിനാർട്ടും ഹൂപ്പാർട്ടും വളരെ കുറഞ്ഞ ഫീസിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ സ്ലീവിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തറ്റവും നമ്മൾ എന്ത് ചെയ്യണം, ബ്യൂട്ടി സ്റ്റിച്ചും കൊടുക്കണം കേട്ടോ. ഇനി നമുക്കത് ജോയിൻ ചെയ്തെടുക്കുക അല്ലേ, സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സ്ലീവിൻ്റെ സെൻറ്ററും ഈ ഷോൾഡർ ജോയിൻ ചെയ്തതിൻ്റെ സെൻറ്ററും ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. നീങ്ങി പോവരുത്, ഒരേപോലെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ വയ്ക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് വലിച്ച് പിടിച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. ആ കർവിനനുസരിച്ച് നമ്മൾ ക്ലോത്തിനെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതേപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക, അല്ലാതെ വലിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. അതുപോലെ ഈ വശവും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലാതെ ക്ലോത്തിനെ വലിച്ച് പിടിച്ചിട്ട് ഒരിക്കലും സ്റ്റിച്ച് ചെയ്തെടുക്കരുത്. 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ നല്ല ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പം ഷോൾഡർ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അതുപോലെ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ഭാഗത്തൊക്കെ 2 സ്റ്റിച്ച് വേണം കൊടുക്കാൻ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് താഴത്തെ ക്ലോത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അത് മടങ്ങി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കത് വീണ്ടും ഒരു ഇരട്ടിപ്പണിയല്ലേ അഴിച്ചെടുത്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് നോക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ജോയിൻ ഇത് ചെയ്യാം അല്ലേ. നമ്മൾ അളവുകളൊക്കെ കറക്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്പോൾ 5.5 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത്. അപ്പോൾ 5.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തതിന് ശേഷം കറക്റ്റ് അളവിലൂടെ ഇവിടെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ ചെസ്റ്റൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നോട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കുക കേട്ടോ. പിന്നെ ഈ ഭാഗം ഒരേപോലെ വരാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുത്തില്ലേ, ആ ഭാഗം കറക്റ്റായിട്ട് തന്നെ വരണേ. ഇതേപോലെ ഒരേപോലെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒരുപോലെ വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷം കറക്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടല്ലോ, കറക്റ്റ് അളവ്, ആ അളവിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ താഴേക്ക് വരും തോറും 1/2 ഇഞ്ചിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെയും വേസ്റ്റിൻ്റെ അവിടെയാണ് നമ്മൾ 1 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത്, ഹിപ്പിൻ്റെ അവിടെയും. പിന്നെ താഴേക്ക് വരും തോറും 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി അടിവശം മടക്കി തയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കാണിച്ചിട്ടുള്ളൂ. സ്ലീവ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് അടുത്ത സൈഡ് ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത്. ഇനി താഴ്വശം ഇതേപോലെ 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ ചുരിദാർ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കാണാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി കഴിഞ്ഞു, ആരി എംബ്രോയിഡറി, അപ്പോൾ സ്റ്റിച്ചിങ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫാബ്രിക് പെയിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ
നിങ്ങൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ഓരോ ക്ലാസ്സും ആൽബമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. കണ്ടതിന് ശേഷം നിങ്ങളുടേതായ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒന്ന് കണ്ടാൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചുരിദാർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളല്ലേ എ ലൈൻ ചുരിദാർ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്